ഞാനിപ്പോൾ ഉള്ളത് ബേക്കലിലാണുള്ളത്. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ കോട്ടയുടെ മുമ്പിൽ. ബേക്കൽ കോട്ട അറിയാലോ, അടിപൊളി കോട്ട, കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട. ബേക്കൽ ബീച്ചിലേക്കാണ് ഞാൻ പോകുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവലായിട്ട് അറിയപ്പെടുന്ന കേരളത്തിലെ ഏക ബീച്ച് ഫെസ്റ്റിവലായ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ബേക്കലിൽ ഇറങ്ങി. എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഫൈസലുണ്ട്. നമ്മൾ 5 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ്. ഞാൻ വിളിച്ച ഉടനെ തന്നെ ഉള്ള ജോലിയൊക്കെ മാറ്റി വെച്ച് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ ബീച്ചിൻ്റെ മുന്നിലെത്തി. എൻട്രൻസ് ഫീസ് 50 രൂപയാണ്. ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. രാത്രിയാണ് കൂടുതൽ ആളുണ്ടാവുക. അപ്പോൾ വൈകുന്നേരം ഒരു 5:30 മണിയോളായി. അപ്പോൾ ഇക്കുറി കുറച്ച് നേരത്തെ ഞാൻ വീഡിയോ എടുക്കാൻ വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ലേറ്റായി പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബീച്ച് ഫെസ്റ്റിവൽ തന്നെ ആയതുകൊണ്ടാണ് ഇതിന് വലിയൊരു ബീച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു പ്രശസ്തമായ ഭാഗങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. വലിയ ഫെസ്റ്റിവലാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. അപ്പോൾ ഇതിൻ്റെ പ്രദർശനത്തിൻ്റെ ആദ്യം തന്നെ നമുക്ക് എക്സ്പോ ആണ്, ഒരുപാട് പരിചയപ്പെടുത്തുന്ന ഒരുപാട് ഉപകരണങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഫുഡ്, നമുക്ക് നൊസ്റ്റാൾജിയുള്ള ഒരുപാട് പഴയ ഫുഡുകൾ നമ്മൾക്ക് വാങ്ങിക്കാനുണ്ട്. അതുപോലെ അതെല്ലാം പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അത് ഒരുപാട് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പപ്പടങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം ഒരു കാഴ്ചക്ക് നമുക്ക് ഒരു പുതുമ സമ്മാനിക്കുന്നത് തന്നെയാണ്. പഴയ നൊസ്റ്റാൾജിയില്ല ഒരുപാട് മിഠായികൾ, അതുപോലെ ഹലുവകൾ, ഇങ്ങനെ നമ്മളെ തുടക്കത്തിൽ തന്നെ നമ്മൾക്ക് ഒരു തൃപ്തി വരുന്ന ഒരു ഫെസ്റ്റിവൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇനി ഒരുപാട് ഇങ്ങനെയുള്ള കരകൗശലങ്ങൾ കാണാം. പിന്നെ അതുപോലെ വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ പിന്നാലെ. അങ്ങനെ ഒരുപാട് ഭക്ഷണത്തിൻ്റെതും അതുപോലെ തന്നെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങളും എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു മേള തന്നെയാണ്. കുട്ടികളെയും വലിയ ആളെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾക്ക് കാണിക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടുത്തെ ആ ഒരു കാസർഗോട്ടുകാരുടെ സ്നേഹം നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ഒരുപാട് വീഡിയോസ് കാസർഗോഡിന് എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കളും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തെന്നൊരു ജില്ല തന്നെയാണ് എൻ്റെ ചാനലിലെ കാസർഗോഡ് ജില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാസർഗോഡ് ജില്ലയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ടാവുന്ന കാരണങ്ങൾ. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസും ഒരുപാട് നല്ല ആൾക്കാരുകളും ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് കാസർഗോഡ്. കേരളത്തിലെ 14 ജില്ലകളിലും നമ്മൾക്ക് ശക്തമായ ഫ്രണ്ട്ഷിപ്പും എല്ലാ ജില്ലകളിലും നല്ല സപ്പോർട്ടും ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളെ ചാനൽ നല്ല രീതിയിൽ എപ്പോഴും പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരിലേക്ക് എത്തിക്കണം. ഇതുപോലെ എപ്പോഴും നമ്മളോടുള്ള സഹകരണം ഉണ്ടാകണം എല്ലാവരും. ഇപ്പോൾ രാത്രി വേറെ വൈകിയാലും ഇവിടെ ബീച്ചിൽ ആളുണ്ടാകുമെന്ന് പറഞ്ഞു. 10 മണി വരെ ആയിട്ടാണ് അലോഡ്. അപ്പോൾ 10 മണി വരെ 11 മണി വരെ ഏകദേശം ആൾക്കാരുകളുണ്ടാകും. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞാലും ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ആനന്ദകരമായിട്ട് കാസർഗോഡ് ഭാഷയിൽ നല്ല പാങ്ങായിട്ട് എല്ലാവരും പോകും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ വൈകുന്നേരത്തെ ആ ഒരു ഭംഗി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുണ്ട്, അതുപോലെ തന്നെ ഫുഡ് കോർട്ടുണ്ട്. ഇതെല്ലാം ഇനി വരാൻ പോകുന്നത്. അപ്പോൾ മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ നമുക്ക് എല്ലാം കാണാൻ അടിച്ചു പൊളിക്കാം.
കച്ചവടം രാവിലെ തന്നെ ഉണ്ടാ ഉച്ചക്ക് വെറും 20 രൂപക്കാണ് നമ്മൾ ഈ ജ്യൂസ് ഫ്രഷ് ജ്യൂസ്